അമ്മേ. എന്താടാ? അമ്മ എനിക്ക് വിശക്കുന്നു. ഇപ്പോഴല്ലേടാ നീ ദോശ കഴിച്ചേ? അമ്മ എനിക്ക് ലഡു കഴിക്കാനും ജിലേബി കഴിക്കാനും വിശക്കുന്നു. ഓഹോ, ഇന്നലെ അച്ഛൻ മേടിച്ച് വെച്ച പൊതി കണ്ടു കാണും, അതിൻ്റെ വിശപ്പായിരിക്കും. അത്ര വിശപ്പ് നല്ലതല്ല, അതെന്തായാലും എടുക്കാൻ പറ്റത്തില്ല. അത് ഏതെങ്കിലും വിരുന്നുകാർ വരണമെങ്കിൽ കൊടുക്കാനുള്ളതാ. അമ്മ അതിന് അല്പം താ അമ്മേ. ഇല്ല, അതും പറഞ്ഞോണ്ട് നീ വരണ്ട. ഷോ, ഏതെങ്കിലും വിരുന്നുകാർ വന്നിരുന്നെങ്കിൽ. ആവശ്യത്തിനാണെങ്കിൽ ആരും വരില്ല. ഒരു ബന്ധുക്കളെ പോലും കാണാനില്ലല്ലോ. കിളവ ഇപ്പൊ പേടിപ്പിച്ച് കൊന്നേനെ. എടാ ടിറ്റു, നീ അങ്ങ് വല്ലാതെ വളർന്നല്ലോ. ഐ ആം എ കോംപ്ലാൻ ബോയ്. മക്കളെ, അമ്മ എവിടെ? അകത്തുണ്ട്. ആൻറ്റി വാ, ചായയും പലഹാരം കഴിച്ചിട്ട് പോവാം. കയറിയിരിക്കി. അമ്മേ, ഇതാ ആൻറ്റി വന്നിട്ടുണ്ട്. ഓടി വായോ, ചായയും പലഹാരം എടുക്ക്. ഓ ഭാഗ്യം, എന്തായാലും അവർക്ക് ആ ലഡുവും പലഹാരവും എടുക്കും. അപ്പോൾ എനിക്കും കഴിക്കാം. ആൻറ്റി വാ, വന്നിരിക്കി, കയറിയിരിക്കി. ഹേ ലത, നീ എപ്പോൾ വന്നു? വാ കയറിയിരിക്കി. അമ്മ ഇപ്പോൾ ചെന്ന് ചായയും പലഹാരം എടുത്തിട്ട് വാ. വാ കയറിയിരിക്കി, ഞാൻ ചായ എടുക്കാം. അയ്യോ ഒന്നും വേണ്ട, ഞങ്ങൾ ഇപ്പം കഴിച്ചിട്ട് വന്നേ. ഞങ്ങൾക്കൊന്നും വേണ്ട, ഉടനെ പോകണമായിരുന്നു. വെറുതെ ഇങ്ങോട്ട് വന്നപ്പോൾ കയറിയതാ. പുല്ല് എല്ലാം നശിപ്പിക്കുമെന്ന് തോന്നുന്നു. അങ്ങനെ പറ്റില്ല ആൻറ്റി, ഞങ്ങൾ വീട്ടിൽ വന്നാൽ കഴിച്ചിട്ട് തന്നെ പോവാം. ആൻറ്റി വാ. അയ്യോ മോനെ വേണ്ട, ഇപ്പം ചായ കുടിച്ചതേ ഉള്ളൂ. ചായ കുടിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, പലഹാരമെങ്കിലും കഴിക്കണം. വാ. അയ്യോ മോനെ വേണ്ട. ഒന്നും കരുതല്ലേ, സ്നേഹം കൂടുതലും ഉണ്ടാ. ശരി, എന്നാ ഞങ്ങൾ ഇറങ്ങുന്നേ. പോയിട്ട് കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു. ആൻറ്റി പോവല്ലേ, ചായയും പലഹാരം കഴിച്ചിട്ട് പോവാം. അങ്കിൾ പോവല്ലേ, കഴിച്ചിട്ട് പോവാം, അതല്ലേ മര്യാദ. മോനെ, അത് അത്യാവശ്യം ഉണ്ടടാ, വേറൊരിക്കാവട്ടെ. നിൽക്കടാ അവിടെ, പലഹാരം കഴിച്ചിട്ട് പോയാൽ മതി ഇന്ന്. ഓടിക്കോ, ഈ ചെറുക്കൻ എന്തോ കുഴപ്പമുണ്ട്. ഇതാ ടിറ്റു, അവിടെ ചെന്നിരിക്കേ. ഷോ, പലഹാരവും പോയല്ലോ.